ഹലോ ഓൾ, വെൽക്കം ടു മിൻറ്റ്. സോ ഇന്ന് നമുക്ക് ഗവൺമെൻറ് സ്കീംസ് 2025 വന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ 2025 വന്നിട്ടുള്ള 5 മേജർ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ആണ് പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള 5 സ്കീമുകൾ, അത് 2025 പല മാസങ്ങളിലായിട്ട് വന്നിട്ടുള്ള സ്കീമാണ്. ഓക്കെ, സോ മിനിറ്റിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാ കോച്ചിങ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി പ്രിലിംസ്, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ്, കമ്പനി ബോർഡ്, LJS തുടങ്ങിയ കോഴ്സസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്പെഷ്യൽ ഓണം ഓഫർ അവൈലബിൾ ആണ്. സോ ഓണം 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 50% ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് ബാച്ചസിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 2025 വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 5 സ്കീമുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? PM ധൻ ധാന്യ കൃഷി യോജന, അതുപോലെ ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം, ദെൻ PM യുവ 3.0, ദെൻ നവ്യ പ്രോഗ്രാം, PM വികസിത് ഭാരത് റോസ്ഗർ യോജന. ഈ 5 സ്കീമുകളാണ് 2025 വന്നിട്ടുള്ള സ്കീമുകളാണ്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ആദ്യത്തെ ഏതാണ്? പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്നുള്ള സ്കീമാണ്. സോ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന കേൾക്കുമ്പോൾ തന്നെ അറിയാം, അഗ്രികൾച്ചറൽ ഫീൽഡിലേക്കുള്ള ഒരു സ്കീമാണ്. സോ ഇന്ത്യൻ കാർഷിക മേഖലയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന സംരംഭമായ മുഖ്യമന്ത്രി ധൻ ധാന്യ കൃഷി യോജന, അതായത് PMDDKY എന്നുള്ളതാണ് പേര്. സോ ഇതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി, ലേറ്റസ്റ്റ് ആയിട്ട് അംഗീകാരം നൽകി. സോ 2025-26 കേന്ദ്ര ബജറ്റിൽ ആദ്യം പ്രഖ്യാപിച്ച ഈ പദ്ധതിക്ക് 2025-26 മുതൽ ആരംഭിക്കുന്ന 6 വർഷത്തേക്ക് 24,000 കോടി രൂപയുടെ വാർഷിക വിഹിതമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025-26 ബജറ്റിൽ ഇതിന് 24,000 കോടിയോളം രൂപ 6 വർഷത്തേക്കായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ കാർഷിക മേഖലയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംരംഭമാണ്. ഓക്കെ, ഒരു പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മെച്ചപ്പെട്ട ജലസേചനം, സംഭരണം, വായ്പാ ലഭ്യത, സുസ്ഥിര രീതികൾ എന്നിവയിലൂടെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പ്രകടനം കുറഞ്ഞ 100 ജില്ലകളെ ലക്ഷ്യമിടുന്നതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമിൽ നിന്നാണ് ഇതിന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത്. സോ മെച്ചപ്പെട്ട ജലസേചനം, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ജലസേചനം, സംഭരണം, വായ്പാ ലഭ്യത, സുസ്ഥിര രീതികൾ, സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കൃഷിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 100 ജില്ലകൾ, അതായത് കൃഷി സംബന്ധമായിട്ട് നിലവിൽ പ്രകടനം കുറഞ്ഞു നിൽക്കുന്ന 100 ജില്ലകളെ കേന്ദ്രീകരിച്ച് അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ 24,000 കോടി 6 മാസത്തേക്ക് നിലവിൽ 100 ജില്ലകളിലേക്കാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രകടനം കുറഞ്ഞിട്ടുള്ള ഒരു 100 ജില്ലയെ സെലക്ട് ചെയ്ത് അവിടെയായിരിക്കും ഫണ്ട് ഇറക്കുന്നത്. ഓക്കെ, ഇനി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിര രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപജീവന മാർഗം മെച്ചപ്പെടുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സമഗ്ര കാർഷിക പദ്ധതിയാണ് PMDDKY എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഒരു സസ്റ്റൈനബിൾ രീതിയിൽ കൃഷിയെ കൊണ്ടുവരും. അപ്പം നമ്മൾ ഇറിഗേഷൻ ആയാലും ഇപ്പം നൂതനമായിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഒക്കെ അതിൽ വരുന്നുണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ഏറ്റവും എഫക്റ്റീവായ എങ്ങനെയാണ് വാട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുക, ഇറിഗേഷൻ പ്രോസസ്സുകൾ മാക്സിമം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക, അതുപോലെ തന്നെ AI ടെക്നോളജീസ് എല്ലാം, അതായത് ഏത് ഏരിയയിലാണ് വളം കുറവുള്ളത്, അല്ലെങ്കിൽ ഏത് ചെടികളാണ് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏത് ചെടികൾക്കാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉള്ളത്, അതുപോലെ വെള്ളം എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് വേണ്ടത്, എവിടെയാണ് കൂടുതലായിട്ട് വളം കൊടുക്കേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജീസ് അടക്കമുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എല്ലാം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിൽ മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ട് രീതിയിൽ കൃഷിയെ കൊണ്ടുവരിക എന്നുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും.
ഓക്കെ, ഇനി 11 കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്നുള്ള 36 പദ്ധതികളെ ലയിപ്പിച്ച് ഒരു ഏകീകൃത കാർഷിക പിന്തുണാ സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്താണ്? 11 കേന്ദ്ര മന്ത്രാലയങ്ങൾ ഇതിനായിട്ട് സംയോജിപ്പിച്ചിട്ടാണ് നടത്തുക. 36 പദ്ധതികളാണ് ഒരുമിച്ച് ലയിപ്പിക്കുന്നത്. 11 മന്ത്രാലയങ്ങളുടെ കീഴിൽ വരുന്ന 36 പദ്ധതികളെ ഒരുമിച്ച് ലയിപ്പിച്ചിട്ടാണ് ഏകീകൃത കാർഷിക പിന്തുണാ സംവിധാനം സൃഷ്ടിക്കുന്നത്. അതായത് റോ മെറ്റീരിയൽസ് എത്തേണ്ടതുണ്ട്, മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ മന്ത്രാലയങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സ്കീം പ്രവർത്തിക്കുക കേട്ടോ. ഇനി ജില്ലാ തിരഞ്ഞെടുപ്പ് മാനദണ്ഡം. അപ്പം നമ്മൾ പറഞ്ഞു പ്രവർത്തനം കുറഞ്ഞിട്ടുള്ള ജില്ലകളെയാണ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിനുള്ള മാനദണ്ഡം? എങ്ങനെയാണ് ഈ 100 ജില്ലകളെ കണ്ടെത്തുക എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് നോക്കാം. സോ കുറഞ്ഞ ഉൽപാദനക്ഷമത എന്നുള്ളതാണ് ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് 1 ഹെക്ടറിൽ നിന്ന് കുറഞ്ഞ കാർഷിക ഉൽപാദനമുള്ള ജില്ലകൾ 1 ഹെക്ടർ എടുക്കും. എന്നിട്ട് അവിടെ എത്രത്തോളം ആണ് ഉൽപാദനം എന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഏറ്റവും കുറവ് വരുന്ന 100 ജില്ലകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഓരോ ഹെക്ടറിലും എത്രത്തോളമാണ് ഉൽപാദനം എന്ന് നോക്കിയിട്ടായിരിക്കും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ കുറഞ്ഞ വിള തീവ്രത, പരിമിതമായ വിള വൈവിധ്യമോ പ്രതിവർഷം വിള ചക്രങ്ങളുടെ അഭാവമോ ഉള്ള പ്രദേശങ്ങൾ. അതായത് വിളയുടെ തീവ്രത കുറഞ്ഞിട്ടുള്ളത്, ഡെൻസിറ്റി കുറഞ്ഞ രീതിയിൽ വളരെ മിനിമൽ ആയിട്ട് മാത്രം കൃഷി ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവും. അതുപോലെ തന്നെ മാറ്റി മറ്റ് വിളകൾ കൂടെ മാറ്റി കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയാണോ കുറവുള്ളത് അത്തരം സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് ഫോക്കസ് ചെയ്യുക. ഇനി കുറഞ്ഞ വായ്പാ വിതരണം. എവിടെയാണ് കർഷകർക്ക് കുറഞ്ഞ വായ്പാ വിതരണം ഉള്ളതെന്നുള്ളതും ഇതിൻ്റെ ഒരു മാനദണ്ഡമാണ്. സോ കർഷകർക്ക് സാമ്പത്തിക സ്രോതസ്സുകളിൽ പരിമിതമായ പ്രവേശനമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കും. അവർക്ക് ആവശ്യത്തിന് വായ്പകൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങൾ, ആവശ്യത്തിനുള്ള സഹായങ്ങൾ ലഭ്യമല്ലാത്ത, അവർക്ക് ഇപ്പോൾ മറ്റുള്ള പലിശക്കാരിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു കടക്കണിയിലേക്കൊക്കെ ഇവർ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ കാർഷിക ബാങ്കുകൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായങ്ങളിൽ നിന്നോ പദ്ധതികളിൽ നിന്നൊക്കെ ഇവർ ഉൾപ്പെടാത്ത ആളുകൾ, അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, വായ്പാ സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിന് ഇതിൻ്റെ ഒരു മാനദണ്ഡമാണ്. ഇനി സംസ്ഥാനങ്ങളിലുടനീളം പ്രാതിനിധ്യം ഉണ്ടായിരിക്കുക. അതായത് ഓരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെയും മൊത്തം വിളവ് പ്രദേശത്തിൻ്റെയും പ്രവർത്തനപരമായ കൈവശങ്ങളുടെയും വിഹിതം തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കും. പിന്നെ എന്താണ് അടുത്ത പരിഗണിക്കുക? ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം പരിഗണിക്കും. ഓരോ സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയോ മൊത്തം വിളവെടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനപരമായ കൈവശങ്ങളുടെയും വിഹിതം തിരഞ്ഞെടുപ്പിൽ നോക്കും. ഇനി സന്തുലിതമായ പ്രാദേശിക വികസനം ഉറപ്പാക്കുന്നതിന് ഓരോ സംസ്ഥാനത്തു നിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും തിരഞ്ഞെടുക്കും. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ വരികയും ചില സംസ്ഥാനങ്ങൾക്ക് ഒട്ടും തന്നെ പ്രാതിനിധ്യം ഇല്ലാതായി പോവുകയും വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനത്തു നിന്നും ഏറ്റവും മിനിമം ഒരു ജില്ലയെങ്കിലും സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നടപ്പാക്കലും നിരീക്ഷണവും. എങ്ങനെയാണ് ഇതിനെ നടപ്പാക്കുക, എങ്ങനെയാണ് ഇതിനെ മോണിറ്റർ ചെയ്യുക? സോ ജില്ലാ കൃഷിയും അനുബന്ധ പ്രവർത്തന പദ്ധതികളും. ഓരോ ജില്ലയും ജില്ലാ ധൻധാന്യ സമിതി വഴി വിള വൈവിധ്യവൽക്കരണം, ജലസംരക്ഷണം, കാർഷിക സ്വയം പര്യാപ്തത തുടങ്ങിയ ദേശീയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു പദ്ധതി തയ്യാറാക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതായത് ഓരോ ജില്ലയിലും ജില്ലാ ധൻധാന്യ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി രൂപീകരിക്കും. അപ്പോൾ ഈ സ്കീമിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ജില്ലാ ധൻധാന്യ സമിതി. അപ്പോൾ ഇതിന്റെ കീഴിലാണ് ഈ ഒരു മോണിറ്ററിംഗ് കൃത്യമായിട്ട് നടക്കുക. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ, ഇനി എത്രത്തോളമാണ് ആവശ്യമുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്നതിനായിട്ട് ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടാവും. അതിന്റെ കീഴിലായിട്ട് വിള വൈവിധ്യവൽക്കരണം, ജലസംരക്ഷണം, കാർഷിക സ്വയം പര്യാപ്തത തുടങ്ങിയ ദേശീയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു പദ്ധതി തയ്യാറാക്കും. ഇനി നിരീക്ഷണവും വിലയിരുത്തലും എങ്ങനെയാണ്? പ്രതിമാസ അവലോകനങ്ങളോടെ ഒരു പ്രത്യേക ഡാഷ്ബോർഡ് ഉപയോഗിച്ച് 117 പ്രധാന പ്രകടന സൂചകങ്ങൾ വഴി പുരോഗതി ട്രാക്ക് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട പ്രകടന സൂചകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവഴി ഒരു ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് പോകും. ഈ ഒരു ഡാഷ്ബോർഡ് ചെക്ക് ചെയ്തിട്ടാണ് എത്രത്തോളം നന്നായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കുക. ഓക്കെ,
ഇനി സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ഓരോ ജില്ലയിലും കേന്ദ്ര നോഡൽ ഓഫീസർമാരെ നിയമിക്കും. ഓരോ ജില്ലകളിലും ഈ പദ്ധതി ലഭിക്കുന്ന ഓരോ ജില്ലകളിലും ഒരു നോഡൽ ഓഫീസറും ഉണ്ടായിരിക്കും. നീതി ആയോഗ് ജില്ലാ പദ്ധതികൾക്ക് പതിവായി മാർഗനിർദ്ദേശം നൽകുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ആരാണ് കൂടുതലായിട്ടും റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് നീതി ആയോഗാണ്. അപ്പം നീതി ആയോഗിന്റെ ഒരു മേൽനോട്ടം ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കാർഷിക മേഖലയിലാണെങ്കിലും ആ ഒരു മന്ത്രാലയത്തിന്റെ കീഴിലാണെങ്കിലും നീതി ആയോഗിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ്? പദ്ധതിയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിന് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലുള്ള കമ്മിറ്റികൾ ആസൂത്രണം, നിർവഹണം, പുരോഗതി, നിരീക്ഷണം എന്നിവ മേൽനോട്ടം വഹിക്കും. ഇനി പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ട്കം എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള 1.7 കോടി കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം വരുന്നതോടെ എത്ര പേർക്കാണ്? ഏകദേശം ഒരു 1.7 കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും എന്നാണ് കരുതുന്നത്. ഇനി കന്നുകാലികൾ, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ മേഖലകളെ സംയോജിപ്പിച്ച് മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക ഉപജീവന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണിത്? കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്? കന്നുകാലികൾ, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ മേഖലകൾ. അതായത് കൃത്യമായിട്ട് നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ വിളകളെ മാത്രം കരുതിയിട്ടുള്ള കൃഷിയല്ല, മറിച്ച് അതോടൊപ്പം തന്നെ മത്സ്യബന്ധനം പോലെയുള്ളത്, കന്നുകാലികളെ വളർത്തുകൾ, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം തുടങ്ങിയിട്ടുള്ള മറ്റ് എല്ലാ തരത്തിലുള്ള അനുബന്ധ മേഖലകളെയും കൂടെ ഇതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, മെച്ചപ്പെട്ട ജലസേചനം, എളുപ്പത്തിലുള്ള വായ്പാ ലഭ്യത, പ്രകൃതിദത്തവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കൽ, ഗ്രാമീണ സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി വരുമ്പോൾ ഒരു ഫാമിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനവും പോലുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ഫാമിങ്ങിനെയൊക്കെ ഇത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വേസ്റ്റേജും കാര്യങ്ങളെല്ലാം വളമായിട്ടും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ട് സസ്റ്റൈനബിൾ ആയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളെല്ലാം തന്നെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആണല്ലോ. അപ്പോൾ എന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ADP. സോ ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ ഉന്നമനിപ്പിക്കുന്നതിനാണ് ഇന്ത്യ ഗവൺമെന്റ് 2018 ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2018 ഇപ്പം നമ്മൾ പറഞ്ഞത് ധൻധാന്യ യോജന എവിടെയാണ്? 2025 തുടങ്ങിയിട്ടുള്ള സ്കീമാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്കീമാണ് ഈ പറയുന്ന ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം. 2018 വന്നിട്ടുള്ളതാണ്. സോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലകൾ ആരോഗ്യം, പോഷകാഹാരം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക അവസരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് കൃഷിയുമായിട്ട് ബന്ധമില്ല, മറിച്ച് ഏതൊക്കെ മേഖലകളാണ്? ആരോഗ്യം, പോഷകാഹാരം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക അവസരങ്ങൾ, ഇത്തരം മേഖലകളിലാണ് ഈ ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതും ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഇനി പ്രധാന തത്വങ്ങളും സമീപനവും. 3Cs ഫ്രെയിംവർക്ക്: സംയോജനം, സഹകരണം, മത്സരം എന്നിങ്ങനെ 3 രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അതായത് വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുക. അപ്പോൾ സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയുണ്ട്, അതിനോട് പാരലൽ ആയിട്ട് സംസ്ഥാന ഗവൺമെന്റിന് അതേ കാര്യങ്ങൾ, അതേ ലക്ഷ്യങ്ങൾ ഉള്ള ഒരു പദ്ധതി കൂടി ഉണ്ടെങ്കിൽ ഇതിനെ പാരലലായി ഒരുമിച്ച് സംയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ രണ്ടിൻ്റെയോ ഫണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുമിച്ച് ഉപയോഗിച്ച് എഫക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സ്കീമുകളുടെ പദ്ധതികളുടെ ഒരു സംയോജിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയോടെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ ജില്ലാ, സംസ്ഥാന, ദേശീയ ഏജൻസികളുടെ പങ്കാളിത്തം. അപ്പോൾ ഇതിനായിട്ട് കൂടുതൽ ഫണ്ട് വരേണ്ടതുണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്കീംസിനും. സോ അതിനുവേണ്ടി ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാനവും ദേശീയ അടിസ്ഥാനത്തിലുള്ള പല ഏജൻസികളുടെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്.
അതുപോലെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജില്ലകൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരവും ഉറപ്പാക്കുന്നു. അപ്പം ഈ ജില്ലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലയ്ക്ക് എന്തെങ്കിലും അവാർഡുകളോ പ്രൈസുകളോ അല്ലെങ്കിൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കൊടുത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജില്ലകൾ തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വരികയും പരസ്പരം കൂടുതലായിട്ട് ഉയർന്നു വരാനായിട്ട് ഇവർ തന്നെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ കൂടെ ഇതിനെ കാണുന്നുണ്ട്. ഇനി ഡാറ്റാധിഷ്ഠിത ഭരണം. ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് ഡാഷ്ബോർഡ് എന്ന പൊതു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് പുരോഗതി ട്രാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ആ സ്കീമിൽ എന്താണ് ഒരു ഡാഷ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചേഞ്ചസ് മോണിറ്റർ ചെയ്യുക. ഇനി ഇത് 5 മേഖലകളിലായി 49 സൂചകങ്ങൾ വെച്ചിട്ടാണ് നോക്കുന്നത്. നിരീക്ഷണം എങ്ങനെയാണ്? ശിശു മരണനിരക്ക്, സ്കൂൾ കൊഴിഞ്ഞുപോക്ക് നിരക്ക്, ശുചിത്വം, വിള ഉൽപാദനക്ഷമത തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 49 സൂചകങ്ങളിലൂടെയാണ് ഇതിനെ നിരീക്ഷിക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏത് മേഖലകളാണ്? അത് കൂടിയിട്ടുണ്ടോ കുറവുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ മേഖലകളാണ്? ശിശു മരണനിരക്ക് കൂടുതലോ കുറവോ എന്നുള്ള രീതിയിൽ ചേഞ്ചസ് നോക്കാം. അതുപോലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് നിരക്ക് എത്രത്തോളമാണ്, ശുചിത്വം എത്രത്തോളമാണ്, വിള ഉൽപാദനക്ഷമത എത്രത്തോളമാണ്. ഓക്കെ, ഇത്തരം ഓരോ രീതിയിലാണ് ഈ ഒരു മോണിറ്ററിംഗ് നടക്കുന്നത്. ഇതിൽ ഓരോ വർഷം വരുന്തോറും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്, എത്രത്തോളം ഓരോ ജില്ലകളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നെല്ലാം നോക്കിയിട്ടാണ് മികച്ച ജില്ലയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇനി പരമ്പരാഗത റാങ്കിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗതിയുടെ വേഗത അളക്കുന്ന ഡെൽറ്റ റാങ്കിംഗ് സംവിധാനമാണ് ADP ഉപയോഗിക്കുന്നത്. ഇത് ജില്ലകളെ അവരുടെ മുൻകാല പ്രകടനങ്ങളുമായി മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പം മുൻകാലങ്ങളിൽ നിന്നും എന്താണ് വ്യത്യസ്തത എന്നുള്ള രീതിയിലാണ് ഇവർക്ക് കോമ്പറ്റീഷൻ വരുന്നത്. ഓരോ ജില്ലകൾക്കും അവർ ഓരോ വർഷം തോറുമുള്ള കോമ്പറ്റീഷനാണ് വരുന്നത്. ഈ വർഷത്തിൽ നിന്നും എന്ത് മാറ്റം അടുത്ത വർഷം വരുത്തി എന്നുള്ള രീതിയിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടൊരു പ്രോത്സാഹനം കൂടെ വരും. ഇനി എവിടെയൊക്കെയാണ് ഇത് വിജയകരമായിട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ചമ്പ, ഹിമാചൽ പ്രദേശ്. ഓക്കെ, അതായത് ഒരു കാലത്ത് വളരെ ദാരിദ്ര്യമായിട്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ എന്താണ്, ശുദ്ധമായ പൈപ്പ് വെള്ളം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ വീടുകളിലും തന്നെ ഹർ ഘർ ജൽ എന്ന് പറയുന്നൊരു പദ്ധതി പ്രകാരം 100ാമത്തെ ജില്ലയായിട്ട് ഇത് മാറുകയല്ല ചെയ്തു. സോ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ഉറപ്പാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം 100% പരിരക്ഷയും നേടി. ഇപ്പൊ ജൻധൻ യോജന നമുക്കറിയാമല്ലോ, എന്താണ്? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. അതായത് എന്താണ്, സാമ്പത്തികമായിട്ടുള്ളൊരു ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ജനങ്ങളെയും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുക, അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, ഇടനിലക്കാരെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ജൻധൻ യോജന. അതുപോലെ DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലുള്ള പദ്ധതികൾ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇവിടെ ജൻധൻ യോജന പ്രകാരമാണിത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി ശ്രദ്ധേയമായ ജില്ലാ വിജയങ്ങൾ. 2019 കൃഷി, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം മെച്ചപ്പെട്ടതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് വേറിട്ട് നിന്നു. 3 അഭിലാഷ ജില്ലകൾ 2 എണ്ണം മികച്ച മേഖലാ പുരോഗതിയും കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ടും പല ജില്ലകളും ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഉയർന്നു വരുന്നതായിട്ട് കാണാനും പറ്റും. യെസ്, സോ ഇതാണ് ധൻധാന്യ യോജന. ഇനി അടുത്തതാണ് ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി. അപ്പൊ അടുത്ത സ്കീമിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്കീം എല്ലാവർക്കും ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്കീം ഏതാണ്? ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി. ഇത് 2025 ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള സ്കീമാണ് ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി. സോ ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ 2025-26 കേന്ദ്ര ബജറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ രൂപത്തിലുള്ള ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ നൽകുന്നതിനായി ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ രൂപത്തിൽ ഇന്ത്യയിലെ ഭാഷാ പുസ്തകങ്ങൾ നൽകുക. അതായത് ഇന്ത്യയിൽ നമുക്കറിയാം പല വ്യത്യസ്ത തരത്തിലുള്ള ഭാഷകളുണ്ട്. 22ഓളം ഷെഡ്യൂൾഡ് ലാംഗ്വേജുകളുണ്ട്, അല്ലാത്ത ലാംഗ്വേജസ് ഉണ്ട്. അപ്പം ഈ എല്ലാ ഭാഷകളെയും എന്താണ് പഠിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇതേപ്പറ്റി എല്ലാം ആക്സസിബിൾ ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ഈ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് പോലെ തന്നെ എന്താണ് പല ഭാഷകളിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ബുക്സ്
വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാ പുസ്തകങ്ങളാണ് ഇതിൽ ലഭിക്കുക. സോ ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയെക്കുറിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ള ഡിജിറ്റൽ പാഠപുസ്തകങ്ങളും പഠന സാമഗ്രികളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ പഠനം കൂടുതൽ പ്രാപ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭമാണിത്. അപ്പം ഈ ഒരു സ്കീം വഴി സൗജന്യമായിട്ട് തന്നെ ഭാഷാ പുസ്തകങ്ങൾ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ എന്താണ്, സൗജന്യമായിട്ട് ഭാഷാ പുസ്തകം ലഭിക്കുമ്പോൾ എന്താണ്, കൂടുതൽ ഭാഷകൾ പഠിക്കാനുള്ള എന്താണ് ആ ഒരു ആക്സസിബിൾ ആവും എന്നുള്ളതാണ് അല്ലേ. എല്ലാവർക്കും ഇപ്പം ഭാഷാ പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിക്കുക എന്ന് പറയുന്നില്ല, അഫോർഡബിൾ ആവണം എന്നില്ല. പക്ഷേ ഒരു പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് എല്ലാ ഭാഷയിലുള്ള ഏത് ഭാഷയിലുള്ള പുസ്തകങ്ങൾ, ഇന്ത്യൻ ഭാഷകളാണ്, ഇന്ത്യൻ ഭാഷയിലുള്ള ഏത് ഭാഷയിലുള്ള പുസ്തകങ്ങൾ വേണമെങ്കിലും ലഭിക്കും, സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ ഭാഷ കുറച്ച് പഠിക്കാനുള്ള താല്പര്യവും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും കൂടും എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, സോ ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി പ്രകാരം സ്കൂളുകളിലെയും സർവകലാശാലയിലെയും വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള പാഠപുസ്തകങ്ങളും പഠന വിഭവങ്ങളും ലഭ്യമാകും. സൗജന്യമായിട്ട് തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള സോഫ്റ്റ് കോപ്പി ആയിരിക്കും, ഹാർഡ് കോപ്പി ആയിട്ട് ലഭിക്കുന്നുണ്ടാവില്ല. സോഫ്റ്റ് കോപ്പി ആയിട്ട് മറ്റ് പല ഇന്ത്യൻ ഭാഷകളിലുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സ്കൂളുകളിലും അതുപോലെ തന്നെ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി വ്യത്യസ്ത ഭാഷാ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷകളിൽ പഠന സാമഗ്രികൾ നൽകുന്നതിലൂടെ പ്രയോജനം നേടുന്നതാണ് ഈ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാഷാ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത തരത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടെ പ്രാദേശിക ഭാഷകളിൽ ഈ ടെക്സ്റ്റ് എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി വ്യത്യസ്ത ഭാഷാ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ വിഭാഗങ്ങളിലെ വിടവ് നികത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷ അടിസ്ഥാനത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പം ട്രൈബൽ ഏരിയാസിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവരുടെ മാതൃഭാഷ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം എല്ലാ ഭാഷകളും ആക്സസിബിൾ ആക്കുക, അവരുടെ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗവൺമെന്റിന്റെ മുൻ നടപടികളായ അസ്മിത അതുപോലെ പോലെയുള്ള ഒരു സംരംഭം പൂരകമാകുന്നു. അസ്മിത എന്താണ്, വിവർത്തനത്തിലൂടെയും അക്കാദമിക് എഴുത്തിലൂടെയും ഇന്ത്യൻ ഭാഷകളിലെ പഠന സാമഗ്രികൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നടത്തിയിട്ടുള്ളതാണ് അസ്മിത എന്ന് പറയുന്ന സ്കീം. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിനോട് തന്നെ പൂരകമാകുന്ന രീതിയിലാണ് ഈ ഒരു സംരംഭവും വരുന്നത്. ഇനി അടുത്ത പദ്ധതി, മൂന്നാമത്തെ സ്കീമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. ഓക്കെ, 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് 15 വന്നിട്ടുള്ള 2025 ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്കാണ്, സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് ഈ ഒരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സോ കോടിക്കണക്കിന് യുവാക്കൾക്കും യുവതികൾക്കും സാമൂഹിക സുരക്ഷാ പരിരക്ഷ നൽകുന്നതിലൂടെ തൊഴിൽ ശക്തിയെ ഔപചാരികമാക്കാൻ ഈ ഒരു പദ്ധതി സഹായിക്കും എന്നുള്ളതാണ്. സോ ലക്ഷ്യം എന്താണ്, 2027 ആകുമ്പോഴേക്കും 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് ഭാഗം എ ആനുകൂല്യങ്ങൾ നൽകുക, തൊഴിൽദാതാക്കൾക്ക് ഭാഗം ബി ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണിത്. എത്രയും പെട്ടെന്ന് എത്രയും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പുതിയതായിട്ട്. അപ്പോൾ അതുവഴി ജോലി ലഭിക്കാത്ത എല്ലാവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ, പാർട്ട് എയിൽ വരുന്ന ആനുകൂല്യങ്ങളും തൊഴിൽദാതാക്കൾക്ക് ആരാണോ ഈ തൊഴിൽ നൽകുന്നത് അവർക്ക് പാർട്ട് ബിയിൽ വരുന്ന ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ഇനി ഭാഗം എ എന്ന് പറയുന്നത് എന്താണ്, ആദ്യ തവണ ജീവനക്കാരാണ്. അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ തവണ ജീവനക്കാരെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. PPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യമായ ജോലിക്ക് കയറുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. കൂടാതെ 2 ഗഡുക്കളായി 15,000 രൂപ വരെയുള്ള EPF വേതന പിന്തുണ നൽകുന്നു. അപ്പോൾ 2 ഗഡുക്കളായിട്ട് 15,000 രൂപ വരെയാണ് ഇവർക്ക് EPF വേതനം ലഭിക്കുക. ഇനി ആദ്യ ഗഡു 6 മാസത്തെ സേവനം പൂർത്തിയാക്കിയതിനു ശേഷവും സാമ്പത്തിക സാക്ഷരതാ പരിപാടി പൂർത്തിയാക്കിയ 12 മാസത്തിന്
ശേഷം രണ്ടാമത്തെ ഗഡുവും നൽകും. ആദ്യത്തെ 6 മാസത്തിൽ ഫസ്റ്റ് ആദ്യത്തെ ഗഡുവും അടുത്ത 12 മാസത്തിനുള്ളിൽ അടുത്ത ഗഡുവും എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ആനുകൂല്യം കിട്ടുക. അപ്പം EPFO രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് മാത്രമായിരിക്കും ലഭ്യമാണ്. ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ഇൻസെന്റീവ് ലഭിക്കാൻ അർഹതയുണ്ട്. ഓക്കെ, 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്കാണ്. അതായത് 1 ലക്ഷം രൂപയിൽ താഴെ മുതൽ 1 ലക്ഷം രൂപ വരെ, അതാണ് ലിമിറ്റ്. അത്രയും വരെയുള്ളവർക്കാണ് ഈ ഒരു ഇൻസെന്റീവ് ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുക. ഈ സേവിങ്സ് ഘടകം എന്ന് പറയുന്ന സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രോത്സാഹനത്തിന്റെ ഒരു ഭാഗം ഒരു സേവിങ്സ് ഇൻസ്ട്രുമെന്റിലോ ഫിക്സഡ് അക്കൗണ്ടിലോ നിക്ഷേപിക്കും. ഒരു നിശ്ചിത കാലയളവിന് ശേഷം ജീവനക്കാർക്ക് ഇത് പിൻവലിക്കാം. അപ്പൊ ഇവരിൽ നിന്നും ഈ ഒരു തുക ഈടാക്കിയതിന് ശേഷം ഇതൊരു FD ആയിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഇത് നിക്ഷേപിക്കുക. അപ്പോൾ ഒരു കാലയളവുണ്ട്. ആ ഒരു കാലയളവിന് ശേഷം, ഇത്ര വർഷത്തിന് ശേഷം ഇവർക്ക്, ഈ ഗുണഭോക്താക്കൾക്ക് എന്ത് ചെയ്യാം? ഇത് പിൻവലിച്ച് എടുക്കുകയും അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി അടുത്ത എന്താണ്? ഭാഗം B എന്ന് പറയുന്നത് തൊഴിലുടമകൾക്ക് എന്താണ് ആനുകൂല്യം? അതായത് തൊഴിലുടമകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് ഒരു ജീവനക്കാരന് പ്രതിമാസം 3000 രൂപ വരെ ലഭിക്കും. ഓക്കെ, ഒരു ജീവനക്കാരന് തൊഴിൽ കൊടുത്താൽ 3000 രൂപ എന്നുള്ള രീതിയിലാണ് ലഭിക്കുക. അപ്പോൾ എത്രത്തോളം ജീവനക്കാർക്കാണോ അവർ പുതിയതായിട്ട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നത്, അതിനനുസരിച്ച് അവർക്ക് ഒരാൾക്ക് 3000 എന്ന രീതിയിലുള്ള കണക്കനുസരിച്ചായിരിക്കും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. ഇനി കുറഞ്ഞത് 6 മാസത്തേക്ക് തുടരുന്ന പുതിയ ജോലികൾക്ക് മാത്രമേ പ്രോത്സാഹനങ്ങൾ ബാധകമാകൂ. ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും തൊഴിൽ കൊടുക്കണം. ഇനി നിർമ്മാണ മേഖലയിൽ പ്രോത്സാഹനങ്ങൾ 3-4 വർഷങ്ങളിലേക്ക് വ്യാപിക്കുന്നു. പാർട്ട് B ഏകദേശം 2.6 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തൊഴിൽ ദാതാക്കൾക്ക് ഒരു ആനുകൂല്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, എല്ലാ ഫേംസും കുറച്ച് തൊഴിലവസരങ്ങളൊക്കെ കൂട്ടാനുള്ള പദ്ധതികൾ നോക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇനി പ്രോത്സാഹന പേയ്മെന്റ് സംവിധാനം, അതായത് ജീവനക്കാർ ആധാർ ബ്രിഡ്ജ് പേയ്മെന്റ് സിസ്റ്റം ABPS വഴി നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം DBT, ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണിത് ലഭിക്കുക. എങ്ങനെയാണ്? ഓരോ ജീവനക്കാർക്കും ആധാർ ബ്രിഡ്ജ് പേയ്മെന്റ് സിസ്റ്റം വഴി, ABPS എന്ന് പറയുന്ന ആധാർ ബ്രിഡ്ജ് പേയ്മെന്റ് സിസ്റ്റം, അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം ആയിരിക്കും. അതുവഴി നേരിട്ടുള്ള ആനുകൂല്യമായിരിക്കും ലഭിക്കുക. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഇതുവഴി ജനധൻ അക്കൗണ്ടുകളിലേക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മണി എന്തെയും ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ്. അല്ലാതെ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ DBT വഴിയാണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ലഭിക്കുക. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളുടെയോ എല്ലാം എന്താണ് ആനുകൂല്യങ്ങൾ വരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ ഇടനിലക്കാരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പണം കൃത്യമായി എത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കാനും ഇത് സഹായിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പദ്ധതിയിലും വരുന്നത്. ABPS വഴി DBT ട്രാൻസ്ഫർ, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം എത്തുകയാണ് ചെയ്യുക. ഇനി തൊഴിലുടമകൾക്ക് പേയ്മെന്റ് അക്കൗണ്ട്സ് നമ്പർ പാൻ ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും പേയ്മെന്റ് വരിക. ഇനി തൊഴിൽ ദാതാക്കൾക്ക് എങ്ങനെയാണ് പേയ്മെന്റ് വരിക? അവർക്ക് പെർമനന്റ് അക്കൗണ്ട് നമ്പർ വഴി, ഓക്കെ, പാൻ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ആണ് ഇവരുടെ പേയ്മെന്റുകൾ വരിക. അപ്പോൾ അത്രയുമാണ് ആ ഒരു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. ഇനി അടുത്താണ് PM യുവ 3.0. PM യുവ 3.0, അതായത് PM യുവ 1.0യും 2.0യും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞതാണ്. അതിൻ്റെ 3ാമത്തെ പതിപ്പാണ് PM യുവ 3.0. അതിൻ്റെ 3ാമത്തെ പതിപ്പാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 വന്നിട്ടുള്ളത്. സോ യുവ എഴുത്തുകാർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം PM യുവ 3.0, യുവ വരാനിരിക്കുന്ന വൈവിധ്യമാർന്ന എഴുത്തുകാർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതി നിലവിൽ ആരംഭിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? യുവ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. വിദ്യാഭ്യാസ മന്ത്രാലയമാണിത് നൽകുന്നത്. 30 വയസ്സിന് താഴെയുള്ള യുവ എഴുത്തുകാരെ വായന, എഴുത്ത്, പുസ്തക സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ സാഹിത്യത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനും പരിശീലിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സോ എന്താണ് ലക്ഷ്യമിടുന്നത്? 30 വയസ്സിന് താഴെയുള്ള യുവ എഴുത്തുകാർ. അപ്പോൾ യുവ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ പ്രായപരിധി 30 വയസ്സാണ്. അതിന് താഴെ വരുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത്.
സോ അവർക്ക് വായന, എഴുത്ത്, പുസ്തക സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ ഇന്ത്യൻ സാഹിത്യത്തെ ആഗോളതലത്തിൽ ഉയർത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അതായത് യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി കൂടുതൽ എഴുത്തുകൾ വരും, കൂടുതൽ എഴുത്തുകളും പുസ്തകങ്ങളും എല്ലാം പബ്ലിഷ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ സാഹിത്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ എഴുത്തുകൾക്ക് എന്താണ് ആഗോളതലത്തിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീമുകൾ എന്തൊക്കെയാണ്? രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനകൾ, അതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാക്കൾ. സോ ഈ തീമുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാക്കൾ, ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതുപോലെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനകൾ. ഇനി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് നിർവഹണ ഏജൻസി. സോ ഈ സ്കീം നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത് NBT ആണ്. എന്താണ് NBT? നാഷണൽ ബുക്ക് ട്രസ്റ്റ്. സോ ഇതാണ് ഇത് നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന് കീഴിൽ NBT പ്രസിദ്ധീകരിക്കുകയും ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്യുന്ന പുസ്തകങ്ങൾ. ഇതിലെന്താണ് ലഭ്യമായിട്ടുണ്ടാവുക? ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന് കീഴിൽ വരുന്ന പുസ്തകങ്ങൾ. അത് ഏത് ഭാഷയിൽ എഴുതിയതായാലും ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഇനി യുവ മനസ്സുകളുടെ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുന്നതിനും ഭാവി നേതാക്കളെ തയ്യാറാക്കുന്നതിനുമായി NEP 2020യുമായി ഇത് യോജിക്കുന്നു. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ലക്ഷ്യമിടുന്നത്. അതായത് ഭാവിയിലെ നേതാക്കളാവേണ്ടത് ആരാണ്? ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ 30 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അവരുടെ കരിയറിലേക്കൊക്കെ വരുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി അവൈലബിൾ ആക്കേണ്ടത്, ഏത് മേഖലകളിലൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ടും സഹായങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഏറ്റവും അധികം AI അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി ഉറപ്പാക്കുക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇവരെ പഠിപ്പിക്കുക, സ്മാർട്ട് ക്ലാസ്സുകൾ പോലുള്ള ക്ലാസ്സുകളാക്കുക കുട്ടികൾക്ക്, അതുപോലെ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ സേഫായി ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടായിരിക്കുക. അതുപോലെ സാഹിത്യവും എഴുത്തും കാര്യങ്ങളും എല്ലാം ഇവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് അറിയുക, എങ്ങനെ പുസ്തകങ്ങളെ ആക്സസ് ചെയ്യാം, എങ്ങനെ പുസ്തകങ്ങളെ കണ്ടെത്താം, നല്ല പുസ്തകങ്ങളെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക, ഇവയെ എങ്ങനെയാണ് വായിക്കേണ്ടത്, ഇവ എവിടെ നിന്നാണ് ലഭ്യമാവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കുട്ടികൾക്ക് അവബോധവും അറിവും വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനു വേണ്ടിയിട്ട് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൂടെ ഈ ഒരു PM യുവ 3.0 എന്ന് പറയുന്ന സ്കീം സംയോജിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ സ്കീമാണ് നവ്യ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നവ്യ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ നവ്യ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് അടുത്തത്. സോ എന്താണ് നവ്യ ഇനിഷ്യേറ്റീവ് അഥവാ നവ്യ പ്രോഗ്രാം? സോ 16 മുതൽ 18 വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുറഞ്ഞത് 10ാം ക്ലാസ് യോഗ്യതയുള്ള പ്രത്യേകിച്ച് പാരമ്പര്യേതര ജോലികളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള സ്കീമാണ് നവ്യ. അപ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത്? 16നും 18നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. സോ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് പാരമ്പര്യേതര ജോലികളിൽ അവർക്ക് കൂടുതലായിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ലഭിക്കുക, ഓക്കെ, തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. നവ്യ എന്ന് പറയുന്നത് എന്താണ്? നർച്ചറിങ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ്. ഇതാണ് നവ്യയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ വനിതാ ശിശു വികസന മന്ത്രാലയവും നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ഒരു പൈലറ്റ് സംരംഭമാണിത്. സോ 19 സംസ്ഥാനങ്ങളിലായി 27 ജില്ലകൾ, അഭിലാഷ ജില്ലകളും വടക്കു കിഴക്കൻ മേഖലയിലെ ജില്ലകളും ഉൾപ്പെടെ. അപ്പോൾ കൂടുതലായിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് ഉൾപ്പെടെയുള്ള 19 സംസ്ഥാനങ്ങൾ, 27 ജില്ലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികമായിട്ട് എവിടേക്കാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്കാണ്. കാരണം അവിടെയാണ് ഡെവലപ്മെന്റ്സ് പൊതുവെ കുറവുള്ളത്. അതുപോലെ തന്നെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഹെൽപ്പ് കൂടുതലായിട്ട് വേണ്ടതും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതലായിട്ടും ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്.
അപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്വയം തൊഴിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എന്താണ് കൈത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ എല്ലാവർക്കും സ്വയം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു തൊഴിലോ ഒക്കെ ചെയ്ത് സ്വന്തം വരുമാനം കണ്ടെത്താവുന്ന രീതിയിൽ ഈ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് വരിക. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കൂടെ കീഴിൽ. 2 മന്ത്രാലയങ്ങൾ സംയുക്തമായിട്ടാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വനിതാ ശിശു വികസന മന്ത്രാലയവും അതേപോലെ തന്നെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും. ഈ 2 മന്ത്രാലയങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കീം നടപ്പിലാക്കുന്നത്. ഇനി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PM വിശ്വകർമ്മ യോജന തുടങ്ങിയ സ്കീമുകളിൽ വരുന്നു. അതുപോലെ തന്നെ ഇത് മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം ഔപചാരികമാക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 മന്ത്രാലയങ്ങൾ ഒരുമിച്ചാണ് നടത്തുന്നത്. ഏതൊക്കെയാണ്? വനിതാ ശിശു വികസന മന്ത്രാലയം, അതുപോലെ തന്നെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. ഈ 2 മന്ത്രാലയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തുക. അപ്പോൾ ഇത് നടത്തുമ്പോൾ തന്നെ ഇത് എന്താണ്, മറ്റുള്ള സ്കീമുകളെ കൂടിയിട്ട് ഒരുമിച്ചും കൂടിയാണ് നടത്തുന്നത്. ഏതൊക്കെ സ്കീമാണ്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PMKVY, അതുപോലെ തന്നെ PM വിശ്വകർമ്മ യോജന. ഈ 2 സ്കീമുകളും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി ഇത് വികസിത് ഭാരത് അറ്റ് 2047 എന്ന ദർശനവുമായി യോജിക്കുകയും സ്ത്രീകൾ നയിക്കുന്ന വികസനം പ്രോത്സാഹിപ്പിക്കുകയും നൈപുണ്യമുള്ള ശാസ്ത്രയത്വമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തൊഴിൽ ശക്തി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുകയും പെൺകുട്ടികളെ സാമൂഹിക സാമ്പത്തിക പരിവർത്തനത്തിന്റെ ഏജന്റുമാരായി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് 2047 വികസിത് ഭാരത് 2047 എന്ന് പറയുന്നത്. അതായത് 2047 ആവുമ്പോഴേക്കും ഇന്ത്യനെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതാണ് വികസിത് ഭാരത് അറ്റ് 2047. സോ ഇതിന്റെ ഭാഗമായിട്ട് ഒരു വികസിത രാജ്യമാകണമെങ്കിൽ, ഡെവലപ്ഡ് കൺട്രി ആകണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റിനെ കൂടുതലായിട്ട് നമ്മൾ എംപവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും സ്ത്രീകൾ എന്ന് പറയുന്ന എപ്പോഴും വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന കാറ്റഗറിയാണ്. അപ്പോൾ സ്ത്രീകളെ കൂടുതലായിട്ട് കൊണ്ടുവരിക, അവർക്കൊരു സ്വയം തൊഴിലും കാര്യങ്ങളെല്ലാം കൊടുത്താലാണ് ഇവരെ എംപവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ സ്വയം തൊഴിൽ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇത് എങ്ങനെയാണ് ആക്സസിബിൾ ആയിരിക്കുക, ഇതിന് എവിടെ നിന്നാണ് പണം കണ്ടെത്തുക, എങ്ങനെയാണ് ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ് നേടിയെടുക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളൊന്നും ഇവർക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇവർക്ക് കൊടുക്കുകയും ഇവരെ ആ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് പരിശീലനം അടക്കം കൊടുത്ത് ഇവർക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ദർശനത്തിന്റെ കീഴിൽ കൂടിയാണ് സ്ത്രീകൾക്ക് ഈ ഒരു സഹായം കൊടുത്തു വരുന്നത്. അപ്പോൾ എത്തരത്തിലുള്ള ഒരു തലമുറയാണ് നൈപുണ്യമുള്ള സ്വാശ്രയത്വം ഉള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തൊഴിൽ ശക്തിയുള്ള ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിലാണ്. അതായത് മറ്റു രാജ്യങ്ങളെ നമ്മൾ തൊഴിലിന് വേണ്ടി ആശ്രയിക്കുകയാണെങ്കിൽ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ തൊഴിൽ ദാതാക്കളായിട്ട്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തൊഴിൽ ദാതാക്കളായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ തൊഴിൽ തേടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന ദർശനത്തിനോട് അത് യോജിക്കുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ ഉള്ളവർ തന്നെ തൊഴിൽ ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വികസിത് ഭാരത് 2047 കൂടെ കീഴിൽ ഈ സ്ത്രീകളെ, അതായത് 16 നും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഈ ഒരു സ്കീമിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്കുള്ള അവിടെ മാത്രമല്ല, പക്ഷെ അവിടെ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നേ ഉള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായിട്ടുള്ള മറ്റ് സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു നവ്യ പ്രോഗ്രാം 2025 വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതല്ലാതെ മറ്റേതൊക്കെ സ്കീമുകളാണുള്ളത് എന്നും കൂടെ നോക്കാം. സോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പ്രോജക്റ്റ് അല്ലേ, നമുക്കറിയാം. BP എന്ന് പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീമുണ്ട്. അതുപോലെ മഹിളാ ശക്തി കേന്ദ്ര,
മഹിളാ ശക്തി കേന്ദ്ര എന്ന് പറയുന്ന MSK എന്ന് പറയുന്ന സ്കീമുണ്ട്. ദെൻ സുകന്യ സമൃദ്ധി യോജന SSY എന്ന് പറയുന്ന സുകന്യ സമൃദ്ധി യോജനയുണ്ട്. ദെൻ നിർഭയ ഫണ്ട് ചട്ടക്കൂട് ഉണ്ട്, നിർഭയ ഫണ്ട് ചട്ടക്കൂട്. ദെൻ വൺ സ്റ്റോപ്പ് സെന്ററുകൾ, വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന OSCകൾ ഉണ്ട്, വൺ സ്റ്റോപ്പ് സെന്ററുകൾ. ഇനി ഭരണഘടന 116 ഭേദഗതി നിയമം 2023 വഴി വന്നിട്ടുള്ള പരിരക്ഷകളും ഇവർക്ക് ഉണ്ട്. അതായത് എന്താണ്, വുമൻ റിസർവേഷൻ ബില്ലടക്കം അല്ലേ. അപ്പോൾ അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുക, റിസർവേഷൻ കൊടുക്കുക, അതായത് പാർലമെന്റിലും അതുപോലുള്ള സംവിധാന രാഷ്ട്രീയ കാര്യങ്ങളിൽ, പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കുക, റിസർവേഷൻ ലഭിക്കുക എന്ന് പറയുന്ന വുമൻ റിസർവേഷൻ ബില്ല്. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്കീമുകൾ, ഇത്രയും സംരംഭങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പം ഇത്രയും സ്കീമുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 5 സ്കീമുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ 5 സ്കീമുകളുടെ ഒപ്പം തന്നെ പാരലായിട്ട് വരുന്ന മറ്റ് സ്കീമുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ സ്കീമുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ PSC മാത്രമല്ല, മറ്റുള്ള എക്സാമുകൾ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾ, SSCയോ UPSC പോലുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും PSC എഴുതുന്നവർക്കും എല്ലാവർക്കും തന്നെ സ്കീമുകൾ, ഏതൊരു എക്സാം നിങ്ങൾ എഴുതുന്നവരാണെങ്കിലും RRBയോ അങ്ങനെയുള്ള ഏത് എക്സാം എഴുതിയാലും സ്കീമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകളൊക്കെ, KS പോലുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകളൊക്കെ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമുകളൊക്കെ എല്ലാം സ്കീമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കീമുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്കീമുകൾ പഠിക്കുക. ഇതിപ്പോൾ 2025 വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാണ്. ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതകൾ വളരെയധികമുള്ള സ്കീമുകളാണെന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മിനിറ്റിൽ ക്ലാസ്സസ് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസും അതുപോലെ തന്നെ 10th ലെവൽ ക്ലാസ്സസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS തുടങ്ങിയ ബാച്ചസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓണം ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സസിൽ, ബാച്ചുകളിൽ, നമ്മുടെ ഓരോ എക്സാംസിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് സെഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ഓൾ.